ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെയൊക്കെ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ ദിവസം കൂടുന്ന ഓരോ പുതിയ ഇന്നോവേഷൻസ് ആണ് വരുന്നത്. നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഒരു കാരണവശാലും ചിന്തിച്ചില്ല വാഹനത്തിൻ്റെ പുറകെ കാണാൻ വേണ്ടി ഒരു ക്യാമറ വരുമെന്നുള്ളത് വന്നു. അതിനുശേഷം ഇപ്പം വന്നിരിക്കുന്ന ടെക്നോളജി തന്നെ 360 ഡിഗ്രി, അതായത് 4 ചുറ്റും നമുക്ക് വാഹനത്തിൻ്റെ കാണാൻ സാധിക്കും. വലിയൊരു ഇന്നോവേഷനാണെന്ന് തന്നെ നമുക്ക് പറയാം. നല്ല അടിപൊളി ഇന്നോവേഷനാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ഇന്നോവേഷൻസ് വരുന്ന സമയത്ത് ഇത് നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് നല്ലതാണ്. കാരണം എന്താണ്, നമുക്ക് ഈസി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസി ആയിക്കൊണ്ടിരിക്കുക, വാഹനം ഓടിക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഓടിക്കേണ്ടി വരുന്നില്ല, വാഹനം തന്നെ ഇപ്പം അതിനെ തന്നെ കൺട്രോൾ ചെയ്ത് ഓടിക്കുകയാണ്. ആ ഒരു രീതിയിലോട്ട് എത്തി. കാരണം ക്രൂയിസ് കൺട്രോൾ, അതല്ലാതെ അഡാസ് ഫീച്ചർ. ഈ അഡാസ് ഫീച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അഡാസിൻ്റെ ലെവൽ മാറും തോറും നമുക്ക് പണിയെടുക്കേണ്ടി വരുന്നില്ല എന്നുള്ള രീതി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് വെറുതെ കയറിയിരുന്നാൽ മതി, വാഹനം ബാക്കിയുള്ളതൊക്കെ സ്വന്തമായിട്ട് അവൻ്റെ കൺട്രോളിൽ നിന്നോളും. പണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളായിരുന്നു വാഹനത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ശരിക്കും വാഹനം നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏകദേശം രീതിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ടെക്നോളജി അത്രയും ഡെവലപ്പായെന്ന് പറഞ്ഞാലും ഇതിനകത്ത് 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് എനിക്ക് തോന്നിയൊരു കാര്യം, എൻ്റെ പേഴ്സണൽ സജഷനാണ് ഞാൻ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരിക്കും. വാഹനം ഓടിച്ച് പഠിക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും 360 ഡിഗ്രി ക്യാമറയോ ബാക്കിലത്തെ ക്യാമറയോ ഒക്കെ ഉള്ള വാഹനം ഓടിച്ച് പഠിക്കരുത്. വേറൊന്നും കൊണ്ടല്ല. കാരണം നമ്മൾ ആ ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും നമുക്ക് വേറൊരു വാഹനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാമറ ഇല്ലാത്ത വാഹനത്തിൽ, അല്ലെങ്കിൽ 360 ക്യാമറ ഇല്ലാത്തൊരു വാഹനത്തിൽ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കത്തില്ല. ശരിക്കും ബുദ്ധിമുട്ട് പെടുന്നതായിരിക്കും. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന 3 ഗ്ലാസുകൾ, 1, 2, 3, ഈ 3 ഗ്ലാസ് നോക്കി വാഹനം ഓടിക്കാൻ പഠിക്കണം. ഉറപ്പായിട്ടും പഠിക്കണം. അല്ലാതെ എൻ്റെ ഇരിക്കുന്ന 360 ഡിഗ്രി ക്യാമറ ഉള്ള വാഹനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് റിവേഴ്സ് എടുക്കാൻ സാധിക്കും, സത്യമാണ്. പക്ഷേ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് വാഹനം നിങ്ങൾക്ക് സുഖമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ക്യാമറ നോക്കി വാഹനം ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് ചെന്ന് അവസാനിക്കത്തുള്ളൂ. കാരണം അത്ര എളുപ്പമല്ല ശരിക്കും ക്യാമറ നോക്കി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വാഹനത്തിലോട്ട് കയറുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അത് ചെറുതല്ല, വലുതാണ്. അതുകൊണ്ട് ടെക്നോളജി എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ടെക്നോളജി നമ്മളെ ഭരിക്കാൻ വരുന്നൊരു രീതി ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നിയായിരുന്നു. ജസ്റ്റ് എൻ്റെ പേഴ്സണൽ സജഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ള ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ ഒന്ന് ഇടുക. കാരണം എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ ടോപ്പ് വേരിയൻ്റ് വാഹനം എടുക്കണമെന്ന് പറയുന്നത് അതിനകത്ത് എല്ലാം ഫീച്ചേഴ്സും ഉള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് വന്നാൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല്, നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്ന രീതി, ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ പഠിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, അതായത് വാഹനം ഓടിക്കാൻ പഠിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഒരു കാര്യം മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ക്യാമറ നോക്കി പഠിക്കരുത്. ക്യാമറ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് വേറൊരു വാഹനത്തിൽ ക്യാമറ ഇല്ലാത്തൊരു വാഹനം ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ചെയ്യരുത്. ഉറപ്പായിട്ടും സ്വന്തമായിട്ട് വാഹനം റിവേഴ്സ് എടുക്കുക പഠിക്കുക. ഇനി ക്യാമറ ഉള്ള വാഹനമാണ്, കളയാൻ പറ്റത്തില്ല, വേണ്ട, ക്യാമറ നോക്കണ്ട. 4 ഗ്ലാസുകൾ, 3 ഗ്ലാസുകളും ചെക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, ലെഫ്റ്റ് സൈഡ് ഗ്ലാസ് നോക്കി ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുക. ഷോൾഡർ ചെക്ക്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ പഠിക്കുക. എങ്ങനെയാണ് നോക്കേണ്ടത്, ഷോൾഡർ ചെക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർ ആകാൻ സാധിക്കും.